വല്ലാത്ത നിരാശാജനകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നു. കേൾക്കുമ്പോൾ ആളുകൾ ചിലപ്പം എതിരഭിപ്രായമുള്ളവരുണ്ടായിരിക്കും. ഏതായാലും ആരാധനാലയങ്ങൾ സംബന്ധിച്ചുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. 91 നരസിംഹറാവുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. 47 ശേഷം പുതിയ ആരാധനാലയ തർക്കങ്ങൾ പാടില്ല. അന്ന് 47 ഓഗസ്റ്റ് 15 എന്താണോ സ്റ്റാറ്റസ്, അത് രാമജന്മഭൂമി കേസിലൊഴികെ എല്ലാം അതേപോലെ നിൽക്കണം എന്നാണ്. അതിനുശേഷം പിന്നീട് പല സംഭവങ്ങൾ, ഇപ്പോൾ സംബാൽ ഏറ്റവും അവസാനം ഉണ്ടായ സംബാൽ വരെയുള്ള വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്യുന്ന ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇനി ഒരു ഹർജിയും കീഴ്ക്കോടതികൾ പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഒരു ജനാധിപത്യ വിരുദ്ധമായ വിധിയാണെന്ന് ഞാൻ പറഞ്ഞാൽ സാർ യോജിക്കുമോ? അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഞാൻ ഈ ഒരു ലിസ്റ്റ് വായിക്കാം. ഏറ്റവും പ്രോമിനൻ്റായിട്ട് ഈ മുസ്ലിം പള്ളികളാക്കി മാറ്റിയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ പേര് ലിസ്റ്റ്. 1 ഗാൻ വ്യാപി പള്ളി, കാശി വിശ്വനാഥ ക്ഷേത്രം. 2 ഷാഹി ഇൽ ദഖ് മസ്ജിദ്, അതാണ് സംബലിൽ അല്ല, കൃഷ്ണജന്മ മധുരയിലെ കൃഷ്ണജന്മ സ്ഥാന ക്ഷേത്രം. ജുമാ മസ്ജിദ് ശംഭലിൽ, അതെന്താ വെച്ചാൽ ഹരിഹര ക്ഷേത്രം. തീലാവാലി മസ്ജിദ് ലക്നൌവിൽ, ഇത് ലക്ഷ്മൺ തീല ക്ഷേത്രം. പിന്നെ ജാമി മസ്ജിദ് കാമാക്ഷി ക്ഷേത്രം ഫത്തേപൂർ സിക്രി. അലാല മസ്ജിദ് മാതാ അതില ദേവി ക്ഷേത്രം ജാൻപുരി. ഷുംസി മസ്ജിദ് നീലകണ്ഠ മഹാക്ഷേത്രം ബദ്വാൻ. കുവൈറ്റ് അൽ ഇമാം പള്ളി, ഇസ്ലാം പള്ളി അഥവാ കുത്തബ് മിനാർ ഡൽഹിയില. കമാൽ മൗല മോസ്ക് ഭോജശാല ക്ഷേത്രം, ഭോജശാല ക്ഷേത്രം മധ്യപ്രദേശിലെ ധർ എന്ന സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ സർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആജ്മീർ മസ്ജിദ് സങ്കടൻ മോചൻ മഹാക്ഷേത്രം, ആജ്മീർ ദർഗ. 10 ഞാൻ പറഞ്ഞതാണ്. ഈ 10 ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 10 ക്ഷേത്രങ്ങൾ തകർത്ത് പണിത പള്ളികളാണ്. പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടും. അല്ല, അത് ക്ഷേത്രങ്ങൾ തകർത്ത് പണിത പള്ളികളാണ്. അതിൻ്റെ എന്താ കാരണം എന്ന് വെച്ചാൽ, പ്രവാചകനായ മുഹമ്മദ് ജനിക്കുന്നതിനൊക്കെ എത്രയോ ആയിരത്താണ്ടുകൾക്ക് മുൻപാണ് ഈ പറഞ്ഞ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠ ഇന്ത്യയിലുള്ളത്. അതെ, ഇത് കഴിച്ച് കഷ്ടിച്ച 1400 വർഷത്തെ ചരിത്രം, 1400 കൊല്ലത്തെ ചരിത്രമുള്ളൊരു മതമാണത്. ഇനി ഇവരുടെ ഒരു സ്വഭാവത്തിൽ എന്താ ഉള്ളത്? ഈ മക്കയും മദീനയും ഇവരുടെ പള്ളിയല്ല, ഇവർ പണിതതല്ല, പിടിച്ചെടുത്ത് കൺവേർട്ട് ചെയ്തെടുത്തതാണ്. പണ്ടേ ഇങ്ങനെയാണ്. ഇവർ അത് ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്ന് വെച്ചാൽ, മക്കയും മദീനയും മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി പണിത പള്ളിയല്ല, തദ്ദേശീയരായ ജനങ്ങളുടെ ക്ഷേത്രങ്ങളായിരുന്നു. അവിടുത്തെ ആദിമനിവാസികളുടെയും ജൂതന്മാരുടെയും മറ്റും ഈ പള്ളികളും ക്ഷേത്രങ്ങളും പിടിച്ചടക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് മോസ്കാക്കി എടുക്കുകയാണ്. ഇവിടെയാണ് എനിക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നത്. മുസ്ലിങ്ങൾക്ക് ഒരു പള്ളി വേണം എന്നുണ്ടെങ്കിൽ അവരൊരു പള്ളി പണിതോട്ടെ. അതെ, അവർക്ക് ഈ പ്രതിഷ്ഠയൊന്നുമില്ലല്ലോ, അവർക്ക് പ്രാർത്ഥനാ സ്ഥലമാണ് പള്ളി, അവരൊരു പള്ളി പണിതോട്ടെ. എന്തിനാണ് അവർ ഈ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചടക്കി നശിപ്പിച്ച് പള്ളി പണിയുന്നത്? ഈ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടണം. എന്തിനാണ് അത് ചെയ്യുന്നത്? അതീശത്വം ഉറപ്പിക്കലല്ലേ? അല്ല, അത് എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവർ പറയുന്ന ഈ സമാധാനപ്രിയരാണ്, ഭൂമിയിൽ സ്വർഗതുല്യമായ ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇസ്ലാം ഉണ്ടാക്കിയത് എന്നൊക്കെയാണല്ലോ നമ്മുടെ പാണക്കാട് പാണക്കാട് ശിഹാബ് തങ്ങളൊക്കെ പറയുന്നത്. ഈ പാണക്കാട് ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ ഇതിനൊരു ഉത്തരം പറയട്ടെ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? അല്ല, പാണക്കാട് തങ്ങൾ ചന്ദ്രിയിൽ ലേഖനം എഴുതിയില്ലേ, മറ്റേ ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത നന്നായി. കാരണം ഈ മറ്റു മതസ്ഥരുടെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി അതിനെ കൺവേർട്ട് ചെയ്ത് ഇസ്ലാമിക ദേവാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ബ്ലഡിലുള്ള ശീലമാണ്, ജനിച്ച കാലം മുതലുള്ള ശീലം. ഇസ്ലാമിൻ്റെ ബ്ലഡിലുണ്ടത്, ആ മതത്തിൻ്റെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ നിയമത്തെ കാണാനായിട്ട്.
91 വന്ന നിയമത്തിൽ എന്താണെന്നറിയാമോ? ആ നിയമം വന്നപ്പോൾ തന്നെ അതിനകത്ത് ആ നിയമത്തിൽ തന്നെ പറയുന്നത് സെക്ഷൻ 3, 4, 6, 8 ഇത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ നടപ്പിലാകുമെന്നാണ് പറഞ്ഞ. എങ്ങനെയുണ്ട്? മുൻകാല പ്രാബല്യം, നിയമം വരുന്നതിന് മുൻകാല പ്രാബല്യം കൊടുക്കുകയാണ്. ഒരു കാര്യം എന്താണത്? ഇനി ഒരൊറ്റ മതസ്ഥാപനവും കൺവേർഷൻ സാധ്യമല്ല. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം, അപ്പോൾ കൺവേർഷൻ ശരിയായ ഒരു രീതിയല്ല, അല്ലെങ്കിൽ അത് തടയേണ്ട കാര്യമില്ലല്ലോ. ഒരാരാധനാലയത്തെ പിടിച്ചടക്കി അതിനെ നശിപ്പിച്ച് വേറൊരു ആരാധനാലയമാക്കി മാറ്റുന്നത് നല്ല രീതിയല്ല. എന്താ അതിൻ്റെ മുഖത്ത് സമ്മതിക്കുന്നുണ്ട്, അതിൻ്റെ ഫേസിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൺവേർഷൻ പറ്റില്ല എന്ന് പറയണത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 10 സ്ഥാപനങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. കേരളത്തിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തലശ്ശേരിയിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം ക്ഷേത്രങ്ങൾ നേരെ കൺവേർട്ട് ചെയ്ത് പള്ളികളാക്കി വെച്ചതിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് തലശ്ശേരിയിൽ, മലബാറിലുമൊക്കെ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യരുടെ മനസ്സിൽ മായാത്ത മുറിവുകൾ ഏൽപ്പിക്കും എന്ന് പറയണമെങ്കിൽ ഇത് നേരത്തെ കൺവേർട്ട് ചെയ്തപ്പോൾ ഏൽപ്പിച്ച മുറിവും ഇന്നുമുള്ള മുറിവ് അവശേഷിക്കുന്നുണ്ടല്ലോ. അതെ, ആ മുറിവ് കുഴപ്പമില്ല. ഹിന്ദു മുറിവല്ലേ? അല്ല, അപ്പം അതുണ്ടല്ലോ, ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ നിയമത്തിൽ തന്നെ പറയുന്ന സെക്ഷൻ 3 കൺവേർഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ചെയ്യാൻ പാടില്ല. ഈ 1947 സാങ്ക്ടിറ്റി എന്താണ്? സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടി എന്ന ഒറ്റ കാര്യം കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യർ അവരുടെ പൂർവികന്മാർ സഹസ്രാബ്ദങ്ങളായി ആചരിച്ചു വരുന്ന അനുഷ്ഠാനങ്ങൾക്കൊത്തുള്ള പ്രാർത്ഥനകളും പൂജകളും അടങ്ങുന്ന ക്ഷേത്രങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? ഒറ്റ ന്യായമുള്ളൂ. എന്താണ്? അങ്ങനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ കലാപം നടക്കും. അതാണല്ലോ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ രാജ്യത്ത് കലാപരഹിതമായ മതസൗഹാർദ്ദം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ കീഴടങ്ങണം. അവർ കീഴടങ്ങണമെന്ന് മാത്രമല്ല, അവരുടെ എല്ലാ അവകാശങ്ങളും ഉപേക്ഷിക്കണം എന്ന് വരുന്നത് എന്ത് നിയമമാണ്? ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൻ്റെ സെക്ഷനിൽ പറയുന്നൊരു കാര്യം 6 സെക്ഷൻ 6 എന്താ പറയണമെന്നറിയാമോ? അങ്ങനെ കൺവേർഷൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെ 3 വർഷം തടവിന് ശിക്ഷിക്കും എന്നാണ് പറയണത്. ഇനി മാറ്റാൻ ശ്രമിച്ചാൽ. എന്തൊരു നിയമമാണിത്? അപ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റാണ്. അല്ല, ഇത് ചോദ്യം ചെയ്യാതെ, ഞാൻ ഇടയ്ക്ക് പൊളിറ്റിക്കൽ ചോദ്യമാണ് സാർ, ഇപ്പോൾ ലീഗലി ആണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് ഒരു നിയമം പിൻവലിക്കാമല്ലോ, അല്ല അത് ചെയ്യാം. ഇപ്പോൾ സുപ്രീം കോടതി ഇനി ആരും മിണ്ടി പോകരുത്, ഹിന്ദുക്കൾ ആരും ഒന്നും ചോദിച്ചു പോകരുത് പറഞ്ഞാൽ അത് മറികടക്കാൻ വേണ്ടി ഈ നിയമം അംഗീകരിക്കില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമം മനുഷ്യനുണ്ടാക്കിയാണ്, ദൈവം ഉണ്ടാക്കിയത്. അതെ, മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള നിയമം കാലാകാലങ്ങളിൽ മാറും. അത് കോണ്ടെക്സ്റ്റിലാണ്. ഒരു കോണ്ടെക്സ്റ്റിലാണ് ഒരു നിയമം രൂപപ്പെട്ടു വരുന്നത്. അത് നാളെ ഈ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ ഈ നിയമവും മാറണ്ടേ? അപ്പോൾ സുപ്രീം കോടതി പറയാണ് ഇനി ആരും ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാൻ ഏത് ഭരണഘടനയാണ് അവർക്ക് അനുവാദം നൽകിയിരിക്കുന്നത്? അല്ല, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ കൊളീജിയം പോലും നമുക്കറിയാം, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അവർ റദ്ദാക്കി. ഇനി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ സുപ്രീം കോടതി കുറേ കാലമായിട്ട് പറയുന്നത് മുസ്ലിം അയാളുടെ വിശ്വാസങ്ങൾ പാലിക്കാൻ അവകാശമുണ്ട്, ക്രിസ്ത്യാനിക്ക് ഉണ്ട്, ഹിന്ദു പക്ഷേ ഹിന്ദു മതേതരനായിരിക്കണം. അതെങ്ങനെയാണ് ശരിയാകുന്നതെന്ന് അങ്ങനെയാണ് കോടതികൾ പറയുന്നത്. അല്ല, അങ്ങനെ പറയാൻ ഇവർക്ക് എന്താ അവകാശം? ഇവർക്കതിന് അവകാശമില്ലല്ലോ. ഈ അവകാശമില്ലാത്ത കോടതികൾ അവകാശമുണ്ട് എന്ന നിലക്ക് വരുന്നത് തെറ്റ്. കോടതിക്ക് എന്താ ഇതിനകത്ത് അവകാശമുള്ളത്? അതാണ് അതൊരു അങ്ങനെ കോടതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ഇത് ശരിയാക്കുക? പക്ഷേ എങ്ങനെ ശരിയാക്കും? ഇതെങ്ങനെ മറികടക്കും? അല്ല, ഇത് ഒന്ന് കോടതിക്ക് ഈ കാര്യത്തിൽ ഇതിനിങ്ങനെ പറയാനുള്ള അവകാശം ഭരണഘടനയിൽ പറയുന്ന ഒരു വകുപ്പാണല്ലോ ഞങ്ങൾക്ക് എന്തിലും ഇടപെടാമെന്ന് പറഞ്ഞാൽ. എന്തിലും ഇടപെടാമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇടപെടാമെന്നാണോ?
അല്ലല്ലോ. കാരണം ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ തെറ്റായിരുന്നെങ്കിൽ ഇന്നലത്തെ കൺവേർഷനും തെറ്റാണ്, ഇന്നത്തെ കൺവേർഷനും തെറ്റാണ്. ഇന്നലത്തെ കൺവേർഷൻ ശരി, ഇന്നത്തെ കൺവേർഷൻ തെറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഇന്നലത്തെ കൺവേർഷൻ തെറ്റാണ്, പിന്നെ നിങ്ങൾ അങ്ങ് സഹിക്ക് എന്ന് പറയുന്നതും അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, അതെങ്ങനെ അംഗീകരിക്കാൻ പറയണ? കാരണം നിങ്ങൾക്ക് ആ തല്ല് കിട്ടി, അങ്ങോട്ട് മറന്നു കളാശാതെ, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് തെറ്റാണ് എന്ന് കോടതിക്ക് നിയമത്തിൽ. പക്ഷേ എനിക്ക് വല്ലാത്ത ഭയമുണ്ട് സാർ. കാരണം നമ്മുടെ ഈ ന്യായാധിപന്മാർക്ക് അവർ തിരിച്ചു പോകുമ്പം അവർ ചരിത്രത്തിൽ ഇടം പിടിക്കണം എന്ന് ചില വാശികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചന്ദ്രചൂഡ് തന്നെ പറയുന്നു, എന്നെ ചരിത്രം എങ്ങനെ വായിക്കുമെന്ന് എനിക്ക് ആശങ്കയുണ്ടെന്ന് പറയുന്നു. സഞ്ജീവ് ഖന്നയെ സംബന്ധിച്ച് അദ്ദേഹം സമീപകാലത്ത് പറഞ്ഞ ഈ സെക്കുലറിസം, സോഷ്യലിസം ഇത് സംബന്ധിച്ചുള്ള വിധി, അതായത് കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനാ ബെഞ്ചാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചറാണ് മാറ്റരുതെന്ന് പറഞ്ഞത്. അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി മറികടന്നുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇൻകോർപ്പറേറ്റ് ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്ത്? അത് രണ്ടംഗ ബെഞ്ച് ഇനി അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി നിലനിൽക്കെ. അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് 7-6 അതെ, അല്ലാതെ അതൊരു യുനാനിമസ് ജഡ്ജ്മെൻ്റ് അല്ല. മാത്രമല്ല ഈ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അതിനകത്തിരുന്ന ജഡ്ജിമാർ പറഞ്ഞിട്ടുണ്ട്. ഈ യോജിച്ചിട്ടുള്ളവർ തന്നെ ഇതിനകത്ത് എല്ലാത്തിലും യോജിച്ചുകൊണ്ടല്ല, പൂർണ്ണ യോജിപ്പല്ല. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇത് ഇന്ത്യക്കാരായ നമ്മൾ എഴുതി നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നിയമം മാറ്റാനുള്ള അധികാരം നമുക്കില്ല എങ്കിൽ പിന്നെ ആർക്കാണുള്ളത്? കോടതിക്കാണുള്ളത്. അതെ, കോടതി ഇപ്പോൾ അങ്ങനെ റോളാണ് ഇപ്പോൾ കളിക്കുന്നത്. കോടതി നിയമം നിർമ്മിക്കേണ്ട കാര്യം കോടതിക്കില്ല, അത് കോടതിയുടെ പണിയല്ല. ഇതിനാവശ്യമായ നിയമം നിർമ്മിക്കാൻ കോടതിക്ക് പറയാം. അതെ, പാർലമെൻറ്റിനോട് പറയാം, നിങ്ങളിത് പരിഗണിക്കണം, ഇതിന് നിയമം നിർമ്മിക്കണമെന്ന് പറയാം. നിങ്ങളൊന്നും ചെയ്യണ്ട, ഞങ്ങൾ നിയമം നിർമ്മിച്ചോളാം. അങ്ങനെ എക്സിക്യൂട്ടീവിൻ്റെ റോളും ലെജിസ്ലേറ്റീവിൻ്റെ റോളും ജുഡീഷ്യറിയുടെ റോളും എല്ലാം കോടതി എടുക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് എടുക്കുന്നത്? നിർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ട് അല്ല, അത് ഇത് വന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ സംഭവം ഇവരെ എങ്ങനെ ശരിയാക്കിയെടുക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണ്ടേ? സഞ്ജീവ് തന്നെ എന്തായാലും എന്നോടൊരാൾ പറഞ്ഞത് 6 മാസം മറ്റാണ് ടൈം ഉള്ളത്, അതിനകം ചിലപ്പോൾ ഇതിലും ഒരു വിധി പറഞ്ഞിട്ട് പോകും. പുള്ളിക്കും അത് വലിയ, കാരണം ചരിത്രത്തിൽ കയറണം. ഇവരെല്ലാം കൂടി നെഞ്ചത്ത് ചവിട്ടിട്ട് അല്ല, ഇവരെല്ലാം കൂടി ചരിത്രത്തിൽ കയറിക്കണം. ചരിത്രത്തിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. പോകുന്നതിന് മുമ്പ് ഒരു വിധി അങ്ങനെയുണ്ടോ? അങ്ങനെയാണ് ഇപ്പോൾ. 5, 10, 11 കേസിൽ ഒരുമിച്ച് വിധി പ്രസ്താവിച്ചിട്ടാണ് ഇദ്ദേഹം ഇറങ്ങിപ്പോയത്. അതെ, എന്തിനാണ് അങ്ങനെ ചെയ്യണത്? ഇവരല്ലെങ്കിൽ പിന്നെ വരുന്നവരൊക്കെ ഇവരെക്കാൾ മോശക്കാരാണെന്നാണ് ഇവർ കരുതിയേക്കണത്. ഞാനിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇനി ലോകത്ത് ആരും ഇത് ചെയ്യാൻ പോകുന്നില്ല. അതൊന്നുമല്ല. അവരവരുടെ ജോലി ഇവർ ശമ്പളം പറ്റി ജോലി ചെയ്ത ഉദ്യോഗസ്ഥരാണ് ഭരണഘടന അനുസരിച്ച്. അതെ, ആ പീരീഡ് കഴിഞ്ഞാൽ അവരെ പോകണം, പിന്നീട് അവിടെ വേറൊരാൾ വന്നിരിക്കും, അവർ ഇത് തന്നെ ചെയ്യും. അപ്പോൾ അത്രയും കരുതാനുള്ളൊരു ഇത് വേണ്ടേ? ഇതിപ്പോൾ ചരിത്രം എന്നെ എങ്ങനെ വായിക്കും? ഇയാൾ എങ്ങനെ വായിച്ചാലും ചരിത്രത്തിന് എന്താണ്? ഇതിപ്പോൾ എത്രാമത്തെ ഇതിന്? 18ാമത്തെ. അതെ, 18ാമത്തെ മറ്റാണ് ചീഫ് ജസ്റ്റിസ് വന്നേക്കണം. ഈ 18 ചീഫ് ജസ്റ്റിസുമാരുടെയും ചരിത്രം നമ്മൾ നോക്കിയിരിക്കുകയാണ്. എത്ര പേരെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്? ഓർമ്മിക്കേണ്ട കാര്യവുമില്ലല്ലോ. അവർ വന്നു, അവരുടെ പണി തീർന്നു പോയി, അവരവരുടെ പണി ചെയ്തു പോരൂ. അതല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടാണ്? ചരിത്രത്തിൽ എനിക്ക് ചരിത്രത്തിൻ്റെ തീവണ്ടിയിൽ ചാടിക്കയറാൻ വേണ്ടി ഇവർ നടത്തുന്ന ഈ ഗോഷ്ഠികളുണ്ടല്ലോ, ആ ഗോഷ്ഠികളാണിത്. ഏതായാലും ഈ പാർലമെൻറ്റിൽ സത്യത്തിൽ ഈ നിയമത്തിനൊരു പരിഷ്കരണം കൊണ്ടുവരേണ്ടതല്ല? തീർച്ചയായിട്ടും വേണം. അതിനുള്ള ശബ്ദം ഉയരുന്നുണ്ടോ? അതിനുള്ള ശബ്ദം ഉയരണം. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ വിധി വായിച്ചു, അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ബാധിക്കുക, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞേക്കണം. അത് ഓക്കെ, കാരണം അവർ പരിഗണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരും കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ എല്ലാ കാര്യത്തിലും അവർ പരിഗണിച്ച് അവരങ്ങോട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കോടതികളൊന്നും വേണ്ടല്ലോ. ഹൈക്കോടതിയൊക്കെ നമുക്ക് വെറുതെ വേണ്ടാന്ന് വെക്കാമല്ലോ. അല്ല, കീഴ്ക്കോടതികൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു തർക്കമന്ദിരം വന്നാൽ അതിൻ്റെ ക്യാരക്ടർ നോക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, സെക്കുലർ എന്ന വാക്ക് ഭരണഘടനയിൽ ഉപയോഗിച്ച് 25-ലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? കാരണം സെക്കുലറായിട്ടുള്ള കാര്യങ്ങളിൽ
നിയമത്തിന് ഇടപെടാം. റിലീജിയസ് മതപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ആക്ട് 25, 26, 27, 28 ആർട്ടിക്കിൾസ്. ആ ആർട്ടിക്കിൾസിൽ പറയുന്നതനുസരിച്ച് സെക്കുലർ റിച്വൽസിൽ ഇടപെടാൻ പാടില്ല. അതായത് വസ്തു കൈമാറ്റം, ഭൂമി കൈമാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഇടപെടാം. ആ അർത്ഥത്തിലാണോ ഇപ്പോൾ സെക്കുലർ ഉപയോഗിക്കുന്നത്? അല്ല. ഈ സെക്കുലർ ആ അർത്ഥത്തിലല്ല എങ്കിൽ അവിടെയും ഈ അർത്ഥം കൊടുക്കണ്ടേ? ആർട്ടിക്കിൾ 25ലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഒരു ഭരണഘടനയിൽ ഒരേ വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ശരിയാണ്. അങ്ങനെ പാടില്ല എന്നാണ് സാധാരണ വിവരമുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടേക്കണം. എനിക്കറിയില്ല നിയമം അതിൻ്റെ രീതിയിൽ പറയുമ്പോൾ. പക്ഷെ എന്നാലും നിർവചിച്ചു വെക്കണ്ടേ? പ്രിയാമ്പിളിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് അത് നിർവചിക്കാതെ വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനി പ്രിയാമ്പിളിൽ തൊടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതല്ലേ? അതിന് ആ വിധി, കേശവാനന്ദ ഭാരതി വിധി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ തൊടാന്ന് പറഞ്ഞു. അല്ലല്ല, ഇന്ദിരാഗാന്ധി ചെയ്തത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇന്ദിരാഗാന്ധി വളരെ കൂളായിട്ടല്ലേ ചെയ്തത്. 42nd അമെൻഡ്മെന്റ് മതേതരത്വവും സോഷ്യലിസവും അതിന്റെ ആ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നു. ഇവർ പറഞ്ഞിട്ട് മറ്റൊന്നുകൂടി പറഞ്ഞു സാർ. ഈ ഇപ്പോഴത്തെ ചീഫിന്റെ ബെഞ്ച് പറഞ്ഞു പ്രിയാമ്പിളിൽ അമെൻഡബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മോദിക്കും അമെൻഡ് ചെയ്യാം, ആർക്കും വേണമെങ്കിലും അമെൻഡ് ചെയ്യാം. അല്ല, പ്രിയാമ്പിൾ എന്നല്ലെന്ന് നിയമം, നമ്മളാണ് നിയമം നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ നമുക്ക് കോണ്ടെക്സ്റ്റുമായിട്ടുള്ള നിയമം നിർമ്മിക്കാം. അല്ലാതെ കോണ്ടെക്സ്റ്റ് മാറിയാലും നിയമം മാറില്ല എന്ന് പറഞ്ഞാൽ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്നത്. അതെ. അല്ല, ഈ എന്തൊക്കെ പറഞ്ഞാലും രാജ്യത്ത് ഹിന്ദുവാണ് ഇതിൻ്റെയൊക്കെ ഭാരം ചുമക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാം. അല്ല, കുമാരനാശാൻ ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും അത് കളി നിങ്ങളെത്താൻ. അതെ. അപ്പോൾ അതുകൊണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് തന്നെയാണ് നമുക്ക് പറയാം. ഉറക്കെ പറയാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.